അങ്ങനെ ചെയ്ത് വന്നിട്ടുള്ള ആള് 6 മാസം കഴിഞ്ഞപ്പോ നാഗങ്ങള് പൂജ നടക്കുന്ന സമയമാണ്. ഈ സമയത്താണ് അവിടെ ചെയ്യാം. അതിലെന്നാൾ നടക്കാം. അവിടെ വന്ന് എന്റെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ അത് ഭഗവാന്റെ കഴിവ് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പൂർണ്ണമായിട്ട് മാറിയെന്നല്ല, ഇപ്പൊ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തൊഴാൻ വരും. നമസ്കാരം, സുധീഷ് ചെമ്പാശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് മുന്നർക്കോട് വേട്ടക്കരങ്കാവിലാണ്. ഇത് ഒരുപാട് ഐതിഹ്യം ചരിത്രമൊക്കെ ഉള്ള ക്ഷേത്രമാണ്. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയില് ഇപ്പൊ ചെർപ്പളശ്ശേരിയിൽ നിന്ന് മുന്നർക്കോട്ടേക്കുള്ള പൂക്കുട്ടാവിലേക്കുള്ള റോട്ടില് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ദൂരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ അത് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പഴയ ക്ഷേത്രമാണ്. കുറെ വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നമ്മുടെ കൂടെ ആളുകളുണ്ട് അമ്പലത്തിന്റെ. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ ഞാൻ ഇതിന്റെ ചരിത്രങ്ങളെ കുറിച്ച് ഇവരോട് ചോദിച്ചറിയാം. ഓക്കെ. ഇത് പാലക്കാട് ജില്ലയിലെ പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ മുന്നർക്കോട് സ്ഥിതി ചെയ്യുന്ന വേട്ടേക്കരൻകാവാണ് കേട്ടോ. ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണിത്. ഇവിടെ ഉപദേവന്മാരില്ല, ആകെ ഒരു സർപ്പക്കാവ് മാത്രമേ ഉള്ളൂ പുറത്തായിട്ട്. ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ പുറത്തായിട്ട് ഒരു സർപ്പക്കാവ് മാത്രമേ ഉള്ളൂ, വേറെ ഉപദേവന്മാരൊന്നുമില്ല എന്നുള്ളതൊരു പ്രത്യേകത കൂടിയാണിതിന്. അതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിവിടെ വന്ന് കിരാതാഷ്ടകം ഒക്കെ കഴിച്ച് അവർക്ക് മാറി എന്നാണ് പറയണത്. ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണത് കിരാതാഷ്ടകം. അപ്പോൾ അത് കഴിച്ചിട്ട് മാറി എന്ന് കുറേ ഭക്തർ അവരുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറിയതായിട്ട് പറയുന്നുണ്ട്. ദൂര സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. ഇത് നമ്മുടെ 10 ആണ്ടുകൾക്ക് മുമ്പ് മപ്പാട്ടുമനയിലെ കാരണവർ കോഴിക്കോട് ബാലുശ്ശേരി കോട്ടയിലെ ശ്രീ വേട്ടേക്കറിൻ്റെ ഉപാസകനായിട്ട് ഇന്ന് കാണുന്ന സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ചരിത്രം, ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ ആളുകളോട് ചോദിച്ചറിയാം. അവരോടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ മാക്സിമം. നമസ്കാരം. പേര്? എന്റെ പേര് രാജൻ. ഇവിടെ മേൽശാന്തിയാണ്. 5 വർഷത്തോളമായിട്ട് ഇവിടെ മേൽശാന്തിയാണ്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? 1500 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാനിവിടെ വന്നിട്ട് 6 വർഷത്തിന് ഉള്ളിലാവണുള്ളൂ. അപ്പൊ അത് 1500 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഇത് ഊരാളസ്ഥാനം മപ്പാട്ടുമന എന്ന് പറയും. ഇവിടെ അടുത്ത് തന്നെ വലിയൊരു ഇല്ലക്കാരാണ്. അവർക്ക് വേറെയും ക്ഷേത്രമുണ്ട്. ഇവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് പട്ടാമ്പി ഈക്കാട്, അദ്ദേഹമാണ് ഇവിടുത്തെ തന്ത്രി. പിന്നെ ഭഗവാന്റെ ഇത് പറയുകയാണെങ്കിൽ ഇവിടെ ഒറ്റ ഭഗവാനാണ്. കിരാതമൂർത്തി മാത്രമേ ഉള്ളൂ. അതായത് ശിവന്റെ മറ്റൊരു അവതാരം. അർജുനന്റെ തപസ്സിളക്കാൻ വേണ്ടി വേഷം മാറി ചെന്ന ഒരു രൂപമാണ് കാട്ടാള രൂപം. അപ്പൊ കൊടുങ്കാട്ടിൽ നിന്ന് തപസ് ചെയ്യുമ്പോൾ നേരിട്ട് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ വേഷം മാറി ചെല്ലുന്ന ഒരു രീതിയാണ് വേട്ടേക്കരന്റെ. അത് ശിവനായിട്ട് തന്നെയാണ് ബാക്കിയുള്ള പൂജകളും സങ്കല്പങ്ങളൊക്കെ. പേരിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്ന് മാത്രം. ചെറിയ ചെറിയ ആചാരങ്ങൾ, ചെറിയ വ്യത്യാസമുണ്ട്. ശിവന്റെ അവിടെ മുഴുവൻ പ്രദക്ഷിണം പാടില്ല, അർദ്ധപ്രദക്ഷിണാണ്. ഇവിടെ മുഴുവൻ പ്രദക്ഷിണം കുഴപ്പമില്ല. പക്ഷെ ഈ ഒറ്റ ഭഗവാന്മാർക്ക് എന്താ പറയാ, അനുഭവത്തില് വളരെ ശക്തിയുള്ള ഭഗവാനാണ്. അതുപോലെ 3-4 ക്ഷേത്രങ്ങളുണ്ട് വേട്ടക്കരന് അല്ലാതെ, ഭദ്രകാളി അങ്ങനെയൊക്കെ ആയിട്ട്. അതില് ഒറ്റയ്ക്കാണെങ്കിൽ അതിന് അപ്പപ്പ കാണിച്ചു കൊടുക്കുന്ന അങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ വന്നതിന് ശേഷം എന്റെയും കൂടി ഭക്തരായി മാറിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല, അഹങ്കാരാവരുത്. അത് ഭഗവാന്റെ ശക്തിയാണത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 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 55-60 വയസ്സ് കഴിഞ്ഞ ഒരാള്, അദ്ദേഹം സ്ഥിരമായി ഇങ്ങനെ ഭഗവാനെ വിളിക്കാൻ എപ്പോഴും ഇവിടെ വരും. നല്ല ഇതൊക്കെയുള്ള കഴിവുള്ള ആളാണ്. പൂജാതികളെ പറ്റി അറിയാം. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു. അദ്ദേഹത്തിന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകാണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയി. അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ആൾക്കാര് വന്ന് ഇവിടെ വന്ന് സങ്കടം പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞിങ്ങനെ അതിന് ഇതൊരു മാറ്റം വരണവരെ ഭഗവാന്റെ ദാശക്തി വഴിപാടുകള്, മുട്ടിറക്കല്, ദേഹപുഷ്പാഞ്ജലി, കിരാതാഷ്ടകം ഇങ്ങനെയുള്ളതൊക്കെ ജപിച്ച് അത് ദിവസം നോക്കണ്ട, പറ്റുന്നവരൊക്കെ ചെയ്യാൻ പറഞ്ഞു. സാമ്പത്തികമുള്ളവരാകുമ്പോ എല്ലാ ദിവസവും ചെയ്യാൻ പറയും. അല്ലാത്തവരാകുമ്പോ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് വന്നിട്ടുള്ള ആള് 6 മാസം കഴിഞ്ഞപ്പോ നാഗങ്ങള് പൂജ നടക്കുന്ന സമയമാണ്. ഈ സമയത്താണ് അവിടെ ചെയ്യാം. അതിലെന്നാൾ നടക്കാം. അവിടെ വന്ന് എന്റെ മുമ്പിൽ വന്ന് നിന്നു.
ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ അത് ഭഗവാന്റെ കഴിവ് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി അല്ലേ? മാറിയെന്നല്ല, ഇപ്പൊ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തൊഴാൻ വരും ഇവിടെ. അദ്ദേഹം ഒരു അമ്പലം നടത്തുന്നുണ്ട്, അവിടെ പോകണമുണ്ട്. അത് ശരി. പ്രവൃത്തി ഒന്നും ചെയ്യാൻ വയ്യാണ്ട് ഒന്നും ഇനിയില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു മനസ്സിൽ പേടി വന്നപ്പോ അന്ന് മക്കൾ വന്ന് പറഞ്ഞാണ് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഒരു പേടിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ സമർപ്പിച്ചോളൂ, ചികിത്സ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം, ദൈവം ബാക്കിയല്ലേ നോക്കുള്ളൂ. ചെയ്തപ്പോ അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് തിരിച്ചു വന്നു. അത്രയും ശക്തിയാണ്. പിന്നെ 2-3 കുട്ടികള് അത് എടുത്തു പറഞ്ഞ വലിയ അത്ഭുതമായിട്ടല്ല പറയണേ. പക്ഷെ അവരോട് ഞാൻ വന്നാ പറയാറ്, ജോലി ഇല്ലാത്ത കുട്ടികൾ, അവരോട് ഞാൻ വന്നാ പറയാറ്, നേരിട്ട് പറയാ, എന്തെങ്കിലും ഒരു 4 പൂവ് കൊടുന്നേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും യഥാശക്തി വഴിപാട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ അനുഭവം ഉണ്ടാവുന്ന പറഞ്ഞു. ഇപ്പൊ ഇന്ന് ഞങ്ങള് കാണച്ചില്ല ഒരു കുട്ടി, നിങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് ജോലി കിട്ടി, 2 ദിവസത്തിനുള്ളിൽ പോണം, താലപ്പൊലിക്ക് നിൽക്കാൻ പറ്റില്ല, ഞാൻ വരുമ്പോ എപ്പോഴും ഞാൻ ഇവിടെ വരും, എനിക്കിപ്പോ നല്ല വിശ്വാസമായി എന്ന് പറഞ്ഞു. ഒരാഴ്ച മുമ്പ് ഞാൻ സംസാരിച്ചുള്ള കുട്ടിയോട്, വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, ജോലിക്ക് ഭയങ്കര സാധ്യത പോലെ. അങ്ങനെ ഇഷ്ടകാര്യ സാധ്യത്തിന് ഉത്തമമായിട്ടുള്ള ക്ഷേത്രമാണ്. പിന്നെ വഴിപാടുകൾ സാധാരണ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും ഇവിടെ ഉണ്ട്. പ്രധാന വഴിപാട് എന്താ? പ്രധാന വഴിപാട് കിരാതാഷ്ടകം, പുഷ്പാഞ്ജലി, പിന്നെ മറ്റുള്ള സൂക്തങ്ങളായിട്ടുള്ള എല്ലാ സൂക്തങ്ങളും സൂക്തങ്ങളൊക്കെ ചെയ്യും, ധാര ചെയ്യും, പിന്നെ മുട്ടറക്കൽ. ഈ കിരാതാഷ്ടക പുഷ്പാഞ്ജലിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇഷ്ടസൂക്താണുള്ളത്. അപ്പൊ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളോട് ഇപ്പൊ നന്ദൻ താങ്കൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ എനിക്ക് ഇഷ്ടം കൂടുക. അതെ, അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് കിരാതാഷ്ടകമാണ്. അതാ പുഷ്പാഞ്ജലിയാണ് കൂടുതൽ. അതെല്ലാ ദിവസവും ആരുണ്ടെങ്കിലും നമ്മൾ ചെല്ലാറുണ്ട്. അതൊരാളുടെ ഒക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ബലസിദ്ധി ഉണ്ട് എന്നാണ് എന്റെ അനുഭവം. തിരുമേന്റെ വീട് എവിടെ? എന്റെ വീട് മാങ്ങോട്. ഇത് എന്നും രാവിലെ വൈകുന്നേരത്തും പൂജ? 2 നേരമുണ്ട്. രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ 6 മണി കഴിഞ്ഞാൽ ഒരു 6:30-ക്കുള്ളിൽ തുറക്കും. ഇവിടെ ഉൾനാടായതുകൊണ്ട് ഇങ്ങനെ നേരത്തെ തുറന്ന് അങ്ങനെ ചെയ്യാനുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് തുറക്കും. 9:30 വരെയാണ് സമയം. വൈകുന്നേരം 5:30-ക്ക് തുറന്ന് 7 മണി വരെ. 7 മണി വരെ. ഇനിയിപ്പോ ഇതിന്റെ പുനരുദ്ധാരണമൊക്കെ അവര് വളരെ ഉത്സാഹമായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭഗവാൻ വേണ്ട പോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തന്ത്രി വരെ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോ എന്നോട് പറഞ്ഞു, അദ്ദേഹം കുറെ കാലമായി ഇവിടെ വന്നിട്ട്. ഞാൻ വന്നതിന് ശേഷം ഇവിടെ പ്രധാന ആഘോഷം പറഞ്ഞ ശിവരാത്രിയാണ്, താലപ്പൊലിയാണ് ഭഗവാന്റെ ആഘോഷം. പിന്നെ മാർച്ച് മാസത്തിൽ ഒരു പൂരം പോലുണ്ട് പൂക്കോട്ട് കാവലിക്ക്. അത് ഇവിടുത്തെ നാട്ടുകാരുടെ ആഘോഷമായിട്ട് അങ്ങനെ പോകണമെന്ന് മാത്രം. പ്രധാനമായിട്ട് താലപ്പൊലിയാണ് ഇവിടുത്തെ ആഘോഷമായിട്ട്. താലപ്പൊലിയാണ് ഇന്നിപ്പോ 11 ദിവസമല്ലേ? ഇന്ന് 11ാമത്തെ ദിവസമല്ലേ? 15 ദിവസത്തോളം ഏകദേശം താലപ്പൊലി ഉണ്ട്. താലപ്പൊലി വരെ എല്ലാ ദിവസവും ചുറ്റുവിളക്കുണ്ട്. അത് ഒരു വിശേഷാൽ കാര്യമാണ്. അപ്പൊ ഓരോരുത്തരും ഒക്കെ ചുറ്റുവിളക്കിന് അവര് വന്ന് എല്ലാവരും വൈകുന്നേരം വന്ന് ചെയ്യും. അതൊക്കെ അത്യാവശ്യം ഷൂട്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ വൈകുന്നേരം അത് 7 മണിക്കുള്ളിൽ കഴിയും ചെയ്യും. അങ്ങനെ എല്ലാവരും വന്ന് പ്രശ്നമൊക്കെ വെച്ച് ആ ഒരു ആചാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവസാനത്തെ ദിവസം താലപ്പൊലി. അന്ന് പിന്നെ കാലത്തോട്ട് വിശേഷാൽ പൂജകള് എല്ലാം അതിന്റെ നോട്ടീസൊക്കെ അദ്ദേഹത്തിന്റെ ഉണ്ടാവും. അതൊക്കെയാണ് ഇപ്പൊ എന്റെ അനുഭവങ്ങൾ. എനിക്ക് വരെ എന്റേതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എന്നുവെച്ചാ എത്ര വയ്യായിട്ടുണ്ടെങ്കിലും നമ്മൾ ആ സമയമാകുമ്പോ നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നുണ്ട്. എത്ര രാവിലെ വരാൻ വയ്യ വന്നാലും ആ സമയം അവിടെ എത്തും. അപ്പൊ അത് ഭഗവാന്റെ ഒരു ശക്തി തന്നെയാണ്. തീർച്ചയായിട്ടും. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ മറ്റുള്ള എല്ലായിടത്തും അങ്ങനത്തെ എല്ലാ ഭഗവാന്മാർക്ക് ശക്തി ഉണ്ട്. പക്ഷെ എണ്ണങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ ഓരോരുത്തരുടെ ശക്തികൾക്ക് വ്യത്യാസങ്ങൾ വരും. ഇവിടെ ഉപദേവതായിട്ട് ഒരാളുമില്ല. ഇവര് കമ്മിറ്റിക്കാര് നാട്ടുകാരെ കൂടി കുറച്ച് നോക്കുകയൊക്കെ ചെയ്തു. പണിക്കരെ കൊണ്ടുവന്നിട്ട് ഇവിടെ നടക്കില്ല പക്ഷെ അങ്ങനെ സ്ഥാനം ഇവിടെ കാണാനില്ല. അതുകൊണ്ട് ഇപ്പൊ ഭഗവാന് അദ്ദേഹം കാട്ടിലിരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് വേട്ടേക്കരൻ കാവ് എന്ന് പറയുന്നത്. ഇരിക്കുന്ന അവസ്ഥയാണ്. കാട്ടില് അർജുനെ കാണാൻ വേണ്ടി ചെന്നിട്ട് അവിടുന്ന് ആ ഒരു അവതാരമാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല. പാർവതി പിന്നാലെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഐതിഹ്യത്തിൽ പാർവതി ഇല്ല. അല്ലെങ്കിൽ പാർവതിയും കൂടി വേണ്ടതായിരുന്നു. അതില്ല. പക്ഷെ പൂജാദികൾ നമ്മൾ ശിവന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. അതാണ് പ്രധാന വഴിപാട്. കമ്മിറ്റി ഏറ്റെടുത്തിട്ട് ഏകദേശം ഒരു 6-7 വർഷത്തോളമായി. ആ ടീമിന്റെ മുന്നേ കുറെ ടീം അവരുടെ ഒക്കെ പ്രവർത്തനത്തിലുണ്ട്. ഒരുപാട് നമ്മളെ ആയിട്ട് മാത്രം പറയാൻ പറ്റില്ല, എല്ലാവർക്കും പ്രവർത്തനം. ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ കമ്മിറ്റി തിരിച്ചങ്ങനെ എല്ലാവർക്കും പ്രവർത്തനം തരുന്നുണ്ട്. പിന്നെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോ നമ്മുടെ അതിനെ വിട്ടിട്ട് അത്യാവശ്യം നന്നായി പോകുന്നു എന്ന് പറഞ്ഞു വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്നത് അതൊരു പ്രത്യേക ഒരു മൂർത്തി റയറാണ്. റയർ മൂർത്തിയെന്ന് നമുക്ക് പറയാം. അതായത് ഈ വേട്ടേക്കരൻ എന്ന് പറയുന്ന ഒരു മൂർത്തി അത്യപൂർവമാണ്. നമ്മുടെ നാട്ടിനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു
മൂന്നോ നാലോ ക്ഷേത്രങ്ങളിൽ മാത്രമേ വേട്ട ഉപാസനാമൂർത്തിയാണ് അങ്ങനെ പറഞ്ഞത്. ഉപാസകനാണ്, ഒരാൾ ഉപാസിച്ചു കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ഇവിടെയും തന്നെ ഉപാസനാമൂർത്തി കിട്ടണമെന്നുണ്ട്. അതായത് നമ്മുടെ മപ്പാട്ട് മലയിൽ തന്നെ ഒരു പഴയ കാലത്തെ കാരണം ഏകദേശം 1500 വർഷം മുന്നേ ഉപാസന ചെയ്തിട്ട് ആ മൂർത്തി പിന്നെ ഇവിടെ ക്ഷേത്രത്തിൽ കുടിയിരുത്തപ്പെട്ട അങ്ങനെ ഒരു ആളുകളാണ് പറഞ്ഞത്. പിന്നെ മുന്നേ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേറെ ഇതുണ്ട്, എന്താന്ന് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. നമ്മുടെ അമ്പലത്തില് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ചുറ്റുമതില്, അതുപോലെ കൗണ്ടർ, സ്റ്റേജ്, ഈ 3 പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റുമതിലിന്റെ പണി ഏകദേശം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 2 പ്രവർത്തനങ്ങൾക്ക് കടക്കണം. അപ്പോ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹം വേണം, സഹായ സഹകരണങ്ങൾ വേണം, എന്നാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്യപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദേശത്തെ ഒരു നാഥനാണ്. അപ്പൊ ഈ ഈശ്വര സങ്കല്പത്തിൽ നമ്മൾ പരമാവധി ജനങ്ങൾക്ക് എത്തിച്ച് ഈ ഒരു പ്രവർത്തനത്തിൽ എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ, അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് കമ്മിറ്റിയുടെ പേരിലും നാട്ടുകാരുടെ പേരിലും അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, എന്താ പേര്? നാരായണൻകുട്ടി. എവിടെ സ്ഥലം? ഞങ്ങളിപ്പോ കുമ്പളങ്ങാട് എന്ന് പറഞ്ഞ തൃശ്ശൂര് അല്ലേ? അത് ശരി. ഇപ്പൊ തൃശ്ശൂരിനൊപ്പം ഇങ്ങോട്ട് വരുന്നത് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് അവിടെ അമ്പലം അടച്ചായിരുന്നു. ഞാൻ ഇവിടുത്തെ കുട്ടിയാ. ഇവിടെ എന്റെ വീട് ഇവിടെയാണ്, പണ്ട് ഇവിടെ. ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ്, പക്ഷെ ഇപ്പൊ താമസമൊക്കെ ബോംബെയിലാണേ. അപ്പൊ വന്നപ്പോ കാണാലോ, നമുക്ക് താല്പര്യം കാര്യങ്ങളൊക്കെ കൂടിയതാണ്, ഭയങ്കര ശക്തിയുള്ളതാണ്. അപ്പൊ നമ്മളിന്ന് വന്ന് ഇവിടുന്ന് ഹുസൈൻ ഇവിടെ കാണാറുണ്ട്. ഇവിടുത്തെ വിളക്ക് കാര്യങ്ങള്, ചുറ്റുവിളക്കൊക്കെ കാണാറുണ്ട്. നമുക്ക് എന്താ പറ്റുവെച്ചാ അത് ഭഗവാൻ തോന്നിച്ചത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാലോ. എല്ലാം ഭഗവാന്റെ കാര്യമാണ് ഉയർച്ച വേണ്ടത്. അപ്പോഴാണ് നമുക്ക് നന്നാവുള്ളൂ. സമയത്തിന് എത്തിയത്, അതും അവിടുന്ന് വിളിച്ചാലല്ലേ വരാൻ പറ്റൂ. നമുക്ക് അത്രയും വിശ്വാസമാണ്. അതെ, വിശ്വാസാണേ. സാധിച്ചതിലും സന്തോഷം. ഇനിയിപ്പോ അവിടെ ഒന്ന് പോണം, ശിവന്റെ അടുത്തും പോണോന്നേ. അവിടെ പോണം. ഭഗവതി, തട്ടകത്ത് ഭഗവതിയാണ് ഞങ്ങളുടെ പൂക്കോട്ട് കാളിയാവിലെ. ശരി കേട്ടോ. പേരെന്താ? സരസ്വതി. സരസ്വതി. ഇവിടെ ക്ലർക്ക്. എത്ര വർഷമായി ഇവിടെ? 10 വർഷം. 10 വർഷമായില്ലേ? എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? നല്ല അഭിപ്രായം, നല്ല നേരെ നടക്കുന്നുണ്ട്, വഴിപാടുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ ഈ തിരുമേനി വന്നത് കൊണ്ട് ഒന്നും കൂടി വഴിപാടുകളൊക്കെ കൂടി വരുന്നുണ്ട്. നല്ല ശക്തിയുള്ള ദൈവമാണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ വ്യക്തിപരമായിട്ട്? കുഴപ്പമില്ല, എല്ലാവർക്കും എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും അല്ലേ? നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നുണ്ട് അല്ലേ? അതെ.